അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരയിലേ ഈ കോയൽക്കരത്ത് വെള്ളമായതുകൊണ്ട് ഭയങ്കര ചോയാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും ഇടയ്ക്ക് ഇവിടുന്ന് മിനറൽ വാട്ടർ വാങ്ങലാണ്. എനിക്ക് 2 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ എടുക്കും. ഇതെന്തിനാ? ഞാനേ കുടിയുടെ ചായ ക്ലാസ് പൊട്ടിക്കണം. അപ്പോൾ 2 ക്ലാസ് വാങ്ങാൻ വേണ്ടി വന്നു. ആക്കാ എനിക്കൊരു ചായ ക്ലാസ് എടുത്താണ്. ഇതല്ല, ഇതിൻ്റെ കുറച്ച് വലുത്. ഇതല്ല, ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ പെട്ട ഇതുണ്ടല്ലോ. നിങ്ങൾക്ക് പെഗ് ഗ്ലാസ് അല്ലേ വേണ്ട? ആഹാ, ഇതന്നെ സാധനം. പെഗ് ഗ്ലാസോ? എന്താ ഇയാൾ പറയുന്നത്? ചെങ്ങൈമാരെ, നീ നാടകം ഒന്ന് നിർത്തി. ഞാൻ 10-30 കൊല്ലം ഇതിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് മിച്ചറാണെങ്കിൽ മിച്ചർ ഞാൻ തരും, അച്ചാർ വേണമെങ്കിൽ അച്ചാർ ഞാൻ തരാം. അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. കുറേയൊക്കെ ഞങ്ങൾ അറിയാത്തമാര് നിൽക്കലാണ്, അല്ലാതെ മനസ്സിലാകായിട്ടല്ല. പക്ഷെ നിങ്ങൾ ഈ നാടകം ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ അടിയിൽ നിന്ന് ചോറിഞ്ഞിട്ടൊരു വിറവുണ്ട്. കാക്കാ 4 മണി ചായക്ക് പറ്റിയ ഏരിയയിൽ കുറച്ച് മിച്ചർ തരും. ഒരു സോഡ എടുത്തിട്ടില്ല. 4 മണിക്ക് മിച്ചറിൻ്റെ കൂടെ സോഡ പറയേണ്ട ഒരാവശ്യവുമില്ല. ആ ലാസ്റ്റ് വന്നവൻ അഭിനയമാണെങ്കിൽ ഓൻക്കൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഹംസപ്പയെ പോലെ ഒരു കടക്കാരനാണ് ഏതൊരു നാട്ടിലും നല്ലത്. രാത്രി കട പൂട്ടി പീഡിയക്കാർക്ക് ഒരു ആശ്വാസമാണ് ഹംസപ്പ. 4 മണി ചായക്ക് മിച്ചറ് സോഡ, ആ സീനിൽ ആ BGM തൂക്കി. 4 മണി ചായക്ക് മിച്ചറ് കഴിക്കാനും സോഡ മുഖം കഴുകാനും ആവും. ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു, അത് ദഹിക്കാൻ സോഡ തെരി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പടച്ചോനെ, ഞാൻ സോഡ മേടിക്കുന്നത് നന്നാരി സർവത്തെ കുടിക്കാനാണ്. ഇനിയിപ്പം ആ കടയിലെ ചങ്ങായി എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? 4 മണി ചായക്ക് മിച്ചറ് സോഡ കോൽമുട്ടായി അതൊക്കെ വാങ്ങിക്കോ. ഹംസപ്പ വന്നതിൻ്റെ ശേഷം കുട്ടികൾ നന്നായി. 4 മണി ചായക്ക് സോഡയും വേണം. നല്ല ബർക്കത്തുള്ള ഗ്ലാസ്സാണത്. ചായ സോഡ അത് കലക്കും. ചായയിലെ സോഡും ഒഴിച്ച് കുടിക്കണം, അത് പൊളിക്കും. 2 ടൈമിൽ വന്ന കസ്റ്റമേഴ്സ് പരിചയം ഉണ്ടോ ഇല്ലേ എന്ന് ഒന്ന് പറയണേ. എൻ്റെ പൊന്നു മുത്തുമണികളെ, അവസാനത്തെ ടെസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.